പുകയില ഉൽപ്പന്നങ്ങളുടെയും ദൂഷ്യവശങ്ങളെപ്പറ്റി നമുക്ക് നല്ല രീതിക്ക് അറിയാം അല്ലേ? ഒരുപാട് മാനസികമായും ശാരീരികമായും നമ്മളെ തളർത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ക്ഷയിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി എല്ലാവർക്കും അവബോധമുണ്ടെങ്കിൽ പോലും ഇത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഒട്ടും കുറവല്ല. എന്തുകൊണ്ടായിരിക്കും ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ആളുകൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ കൂടുതൽ എത്തിച്ചേരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കാം ഈ അഡിക്ഷൻസിൻ്റെയും ലഹരി ഉപയോഗങ്ങളുടെയും ഒക്കെ പിന്നാമ്പുറം അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്ന് നോക്കാം. ഹായ് ഓൾ, ഐ ആം അർഷാന, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്. പ്രധാനമായും ഇത്തരം അഡിക്ഷൻസ് തുടങ്ങുന്നത് ഒരു അഡോളസെൻറ്റ് പീരീഡിലാണ്. മെയിനായിട്ട് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി, എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ ഒരു ആകാംക്ഷയുടെ ഒക്കെ പുറത്തായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യും. ജസ്റ്റ് ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ കണ്ടിന്യൂ ചെയ്യാതിരുന്നാൽ പോലെ, എന്നാലല്ലേ പ്രശ്നമുള്ളൂ. ഒരു വട്ടം നോക്കുന്നതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ചിന്തയിൽ ആൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് നോക്കുന്നത്. ഈ ഒരു അഡോളസെൻറ്റ് പീരീഡിൽ എന്തുകൊണ്ടാണ് ഇത് കൂടുതലെന്ന് ചോദിച്ചാൽ, ഈ അഡോളസെൻറ്റ് പീരീഡിൽ നമ്മുടെ ബ്രെയിനിലെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ, അതായത് നമ്മളുടെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ബ്രെയിനിൻ്റെ ഒരു ഏരിയയാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. ഈ ഒരു ഏരിയയുടെ ഡെവലപ്മെൻറ്റിൽ വളർച്ചാ ഘട്ടമായിരിക്കും ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് അഡ്വഞ്ചേഴ്സ്, റിസ്കുകളൊക്കെ കൂടുതലായിട്ട് എടുക്കാനുള്ള ത്വര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ക്യൂരിയോസിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു റീസണാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പിയർ ഗ്രൂപ്പ്സ്, നമ്മുടെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ, അല്ലാതെ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന മറ്റ് മുതിർന്ന ആളുകളിൽ നിന്നൊക്കെയുള്ള ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇപ്പോൾ കൂട്ടുകാർക്കിടയിലാണെങ്കിലും കൂട്ടുകാരെല്ലാം ഉപയോഗിക്കുന്നു, ഒരാൾ മാത്രം ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ അവർ ഒറ്റപ്പെടുത്തുമോ, ഇപ്പം ഞാൻ മാത്രം ഉപയോഗിക്കാഞ്ഞാൽ അവർ വിചാരിക്കുമോ ഞാൻ എന്തോ ഒരു മണ്ടനാണെന്ന് വിചാരിക്കുമോ, അല്ലെങ്കിൽ അവരെന്നെ ഒറ്റപ്പെടുത്തുമോ, അവരുടെ കൂട്ടത്തിലോ പാർട്ടീസിലോ ഒക്കെ എന്നെ കൂട്ടാതിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തയിൽ ഒരു ഓക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ ഞാനും ആ ഒറ്റപ്പെടലിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ച് തുടങ്ങുന്നത്. അതുപോലെ തന്നെ മറ്റു മുതിർന്ന ആളുകൾ സൊസൈറ്റിയിൽ ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ മാത്രമായിട്ട് എന്തിനാ എന്നുള്ള ചിന്തയിൽ തുടങ്ങാം. അതിൽ പ്രധാനമാണ് ഫാമിലിയിൽ നിന്നുള്ള എക്സ്പോഷർ എന്ന് പറയുന്നത്. ഫാമിലിയിൽ മുതിർന്ന ആരെങ്കിലും ചേട്ടന്മാരോ അനിയന്മാരോ അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അച്ഛന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഇത് കുറച്ചുകൂടെ അക്സസിബിൾ ആയിരിക്കും. പെട്ടെന്ന് സാധനം കിട്ടാനും അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ നോർമലൈസ് ആവാനും ഇവർക്ക് സഹായിക്കും. ചെറുപ്പം മുതൽ ഇവർ കണ്ടു വളരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊരു കുഴപ്പമുള്ള കാര്യമല്ല, അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തയിലായിരിക്കും ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ മറ്റൊരു റീസണാണ് മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ ഫിലിമിലായാലും മറ്റേതൊരു മീഡിയാസിലാണെങ്കിലും കാണുന്ന ഒരു ഹീറോയിക് ഇമേജ് എന്ന് പറയുന്ന ഒരു വില്ലൻ ഇമേജ് കാണിക്കുന്നത് കുറച്ച് ഇത്തരത്തിൽ അഡിക്ഷൻസോ അല്ലെങ്കിൽ ലഹരി ഉപയോഗങ്ങളോ ഉള്ള ഒരാളെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ഉപയോഗം ഭയങ്കര ഒരു ഹീറോയിക് ആണ് എന്നുള്ളൊരു തെറ്റായ ധാരണ അഡോളസൻസിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതും ഇതിന് മെയിനായിട്ടുള്ളൊരു റീസൺ തന്നെയാണ്. പലപ്പോഴും ഇത്തരക്കാർ ഇത് തുടങ്ങുന്നത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, പിന്നെ ഇല്ല അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കല്ലേ, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ഇത് പോകുന്നത് എന്ന് നോക്കാം. അതായത് മെയിനായിട്ട് ഈ ഒരു നമ്മൾ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരം പുകയില ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിത് വലിക്കുന്ന സമയത്ത് തന്നെ വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ ബ്രെയിനിലേക്ക് നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് പാസ് ചെയ്യും. ആ നിക്കോട്ടിൻ ബ്രെയിനിലെത്തുമ്പോൾ നമ്മൾ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഫീൽ ഗുഡ് ഹോർമോൺ അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു സമാധാനത്തോടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന സമയത്ത് ബ്രെയിൻ നമ്മളുടെ ബോഡിയിലേക്ക് മെസ്സേജ് കൊടുക്കും, ഓക്കെ നല്ലൊരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ നല്ലൊരു ഫീൽ ഉണ്ട് എന്നുള്ള രീതിക്കുള്ളൊരു മെസ്സേജ് പോവുകയും നമ്മുടെ ഇത് കറക്റ്റായിട്ട് ഇത് കണക്റ്റ് ചെയ്യുകയും ചെയ്യും. അതായത് നമ്മൾ ഈ ഒരു ലഹരി അല്ലെങ്കിൽ ടൊബാക്കോ യൂസ് ചെയ്യുന്ന സമയത്ത് ഡോപ്പമിൻ അല്ലെങ്കിൽ ബോഡിക്ക് നല്ലൊരു സമാധാനം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്ലഷർ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിക്ക് ഇത് കണക്ട് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ആളുകൾ ഇത്തരത്തിലൊരു ചെറിയ സമാധാനം കിട്ടിയ ഒരു ടെമ്പററി ടൈം പീരീഡ് കഴിഞ്ഞാൽ വീണ്ടും ഇത് യൂസ് ചെയ്യാൻ നോക്കും. അതായത് ഒരു സ്ട്രെസ്സ് മൈൻഡിൽ ഫീൽ ചെയ്യുമ്പോൾ ഓക്കെ ഒന്നും കൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം, അപ്പോൾ ഒരു സമാധാനം കിട്ടുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു പ്ലഷർ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിക്ക് നമ്മുടെ ബ്രെയിൻ കണ്ടീഷൻ ചെയ്ത് തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ചാൻസസ് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ത്വര കുറച്ചുകൂടെ കൂടുതലാണ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു റീസണാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ്സ് കുറയുക എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. അതിൽ ഈ ഡോപ്പമിൻ്റെ ഒരു എഫക്റ്റ് അല്ലാതെ ഒരു കാര്യമാണ്. നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ പുകയില വലിക്കുന്ന സമയത്ത് ഈ ബ്രീത്തിങ് എക്സസൈസ് പോലെ തന്നെയാണ് നമ്മൾ ഈ പുകയില വലിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ ഇൻഹെയിലും എക്സെയിലും ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുന്ന ഈ രീതിക്ക് ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിലേക്ക് ഒരു സ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന പോലത്തുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. അത് നമുക്കൊരു പ്ലഷർ അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ടുള്ള കാമായിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മൾ ഈ പുകയില വലിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കും, പുക വലിച്ചെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഈ സെയിം കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വിചാരിക്കും. അതിന് കറക്റ്റായിട്ടുള്ള ഈ ഒരു കാമായിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും ഈ സ്ട്രെസ്സ് കുറയാൻ ഇതൊരു റീസണാണ്. കുറച്ച് കാലം ഈ ഒരു രീതിക്ക് പോകുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുന്ന ആൾ അവരുടെ ലൈഫ് സിറ്റുവേഷൻസായിട്ടും ഇമോഷൻസുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് നമുക്ക് സങ്കടം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഓഫീസിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, അക്കാഡമിക്കലി എന്തെങ്കിലും പ്രഷർ ഉണ്ടാകുമ്പോഴൊക്കെ ഇത്തരം ഈ ഒരു പുകയിലയിലേക്ക് കൂടുതലായിട്ട് എത്തിച്ചേരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു വട്ടം ചെയ്തു 2 വട്ടം ചെയ്ത സമയത്തും ഈ ഒരു ബ്രെയിനിന് നല്ലൊരു ഫീൽ ഗുഡ് സാധനം വരുമ്പോൾ പിന്നെയും അടുത്ത സമയത്ത് ഇതേപോലെയുള്ള സ്ട്രെസ്സ് വരുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ഈസി ആയിട്ടുള്ള ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാൻ കൂടുതലായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ആളുകൾ കണക്ട് ചെയ്യുന്നത്, ലൈഫ് സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ചായ കുടിക്കുമ്പോൾ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു സിഗരറ്റ് എനിക്ക് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ടോയ്ലറ്റിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് എവിടെയെങ്കിലും കുറച്ച് തണുപ്പുള്ള സ്ഥലത്ത് പോയാൽ എന്നുള്ള രീതിക്ക് ഇത് കണക്ട് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള രീതിക്ക് കണക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കണ്ടീഷനിങ് ആവുകയാണിത്. ഇത് ചെയ്താൽ ഇതും എന്തായാലും ചെയ്യണം എന്നുള്ള രീതിക്ക് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്തു തുടങ്ങും. അപ്പോൾ ആ രീതിക്കും ഈ അഡിക്ഷൻസ് വളരെ അധികമായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു സൈക്കിളായിട്ടാണ് ഈ അഡിക്ഷൻസ് പോകുന്നത്. അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, അപ്പോൾ നമുക്ക് ട്രിഗർ ആവും. ആ ട്രിഗറിനെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ നമ്മൾ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൊബാക്കോ യൂസ് ചെയ്യും. ടൊബാക്കോ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടെമ്പററി ആയിട്ടുള്ള റിലീഫ് കിട്ടും. ആ റിലീഫിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഗിൽറ്റ് ഫീൽ തുടങ്ങും. അതായത് ചെയ്യണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിക്ക് ഗിൽറ്റ് ഫീൽ, കുറ്റബോധം തോന്നി തുടങ്ങും. ആ കുറ്റബോധം സ്ട്രെസ്സിലേക്ക് എത്തുമ്പം സ്വാഭാവികമായിട്ടും ഇത് വീണ്ടും ഇതൊരു ട്രിഗർ ആവുകയാണ്. അപ്പോൾ സ്ട്രെസ്സിലേക്ക് വരുമ്പോൾ നമ്മളൊരു കാമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കിട്ടാൻ അല്ലെങ്കിൽ കാമാവാൻ വേണ്ടിയിട്ട് വീണ്ടും ടൊബാക്കോ യൂസ് ചെയ്യും. ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് എനിക്കിതിന് എൻഡ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള ലൈഫ് സ്ട്രെസ്സസ്, ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഒരുപാട് ദേഷ്യം, വാശി, അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള പ്രഷർ, വർക്ക് ഭാഗത്തു നിന്നുള്ള പ്രഷർ, അങ്ങനെ ഒരുപാട് റീസൺസും കൂടെ വരുമ്പോൾ ഇതിനെല്ലാം കൂടെ ഈ ടൊബാക്കോ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു നെവർ എൻഡിങ് സൈക്കിളായിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു ആൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നത്. അതിപ്പോൾ നമ്മൾ ഫിസിക്കലി മരുന്ന് കഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ അഡിക്ഷൻസ് നിർത്താൻ ശ്രമിക്കുമ്പോഴും ഇത്തരത്തിൽ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വീണ്ടും എന്തെങ്കിലും സ്ട്രെസ്സ് വന്നാൽ അല്ലെങ്കിൽ ആങ്സൈറ്റി വന്നാൽ, വീട്ടിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴൊക്കെ വീണ്ടും ഇവർക്ക് ഇത് ചെയ്യാനുള്ള ചാൻസസ് കുറച്ച്, അല്ലെങ്കിൽ ആ ഒരു ത്വര കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം നമ്മളിതിൻ്റെ അഡിക്ഷൻസ് നിർത്താൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ടുകളും സൈക്കോളജിക്കലി ഉള്ള ബുദ്ധിമുട്ടുകളും കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇത് വീണ്ടും ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. നമുക്കിതിൻ്റെ സൈക്കോളജിക്കലി CBT, അതേപോലെ മൈൻഡ്ഫുൾനെസ് തെറാപ്പീസ്, ഹാബിറ്റ് റിവേഴ്സൽ തെറാപ്പീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുകയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രിഗർ എന്താണെന്ന് മനസ്സിലാക്കാനും, നമ്മുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനും, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനും, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പാക്കാനും നമുക്ക് കഴിയും. ഇത് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ അഡിക്ഷൻസും കാര്യങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിലോ കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.